ഓക്കെ, രണ്ട് കൈ മുദ്ര വയ്ക്കുക. കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. നമസ്കാര മുദ്ര. എല്ലാവരും നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട്. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ചിണ്ടാവും. താടി താഴ്ത്തുക, താടി ഉയർത്തുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമേ. ഓക്കെ, കൂടെ രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വെച്ച്. ഓക്കെ, മുഖമൊക്കെ സാവധാനം തടവിയെടുക്കാം. ഓക്കെ, രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണോറന്ന് നോക്കിയേ. ഓക്കെ, കൂടി സാവധാനം തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ നല്ലൊരു എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈയകത്തും സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കാം. വെച്ചോ? രണ്ട് കൈ ചേർത്ത് വെച്ച് സ്ട്രൈറ്റ് ആക്കി. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുത്ത് രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, കുറച്ച് സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് രണ്ട് കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുക. നെഞ്ചിൻ്റെ പുറത്ത് വെച്ച് രണ്ട് കൈ കോർത്ത് നെഞ്ചിൻ്റെ പുറത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ തലയുടെ മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓക്കെ, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഗുഡ്. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ഹോൾഡ് ചെയ്ത് ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. വല സൈഡിലോട്ട് ചരിഞ്ഞിരുന്നേ. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. സെൻറ്റർ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തേ. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. സെൻറ്റർ. ഓക്കെ, ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. നോർമൽ ബ്രീത്ത്, ഇൻഹേൽ ആൻഡ് എക്സേൽ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, ഗുഡ്. സാവധാനം കണ്ണുറക്കുക. ഓക്കെ, രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ നീട്ടി, രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാല് നീട്ടിയിട്ട് ഓക്കെ, കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 4. ഓക്കെ, ഗുഡ്. കാലിന് തുടഭാഗം അനക്കിയ 1 2 3. ഓക്കെ, ഗുഡ്. ഒരിക്കലും ചെയ്യാം. 1 2 3. ഓക്കെ, ഗുഡ്. കാലിന് തുടഭാഗം അനക്കിയ 1 2 3. ഓക്കെ, ഗുഡ്. ചെറിയ ലൂസൺ എക്സസൈസ് ആണ് ചെയ്യുന്നത്. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. രണ്ട് കാൽപാദം മുന്നിലേക്കും പുറകിലേക്കും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 1 2 1 2 1 2 1 2. ഓക്കെ, കൂടെ റൊട്ടേറ്റ് ചെയ്ത് വലത്തോട്ട് കറക്കി കൊടുത്തേ. 1 2 3 4 5 6.
ഓപ്പോസിറ്റ് 1 2 3 4 5 6. ഓക്കെ, വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2. ഓക്കെ, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാൽമുട്ട് വേദന മാറേണ്ട എക്സസൈസാണ് ചെയ്യുന്നത്. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, ഓരോ കാലും ഇത് മടക്കുക, വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച്. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, ഓപ്പോസിറ്റ് കാല് മടക്കുക, വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച്. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഗുഡ്. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ട് കാലം ഒരുമിച്ച് മടക്കുക. ഓക്കെ, 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഗുഡ്. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്ന വലത് കാലം മാത്രം മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഹോൾഡ് ചെയ്ത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാധാരണ ശ്വാസം പുറത്തേക്ക് വിട്ട് കാല് നീട്ടിയിട്ട്. ഓക്കെ, ഓപ്പോസിറ്റ് കാല് മടക്കുക, ലോക്ക് ചെയ്ത് വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ, ഗുഡ്. സാധാരണ ശ്വാസം പുറത്തേക്ക് വിട്ട് കാല് നീട്ടിയിട്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെച്ചോ. ഓക്കെ, രണ്ട് കൈ കൊണ്ട് ക്രോസ് ചെയ്ത് കാലിലോട്ട് ടച്ച് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക, കാല് ഓപ്പൺ ചെയ്യുക, തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് കണ്ണടച്ചിരുന്നേ. ഓക്കെ, ഒരു സാധാരണ തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ചക്ക് ചലാസനമാണ് ചെയ്യുന്നത്. നമ്മുടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട്, പീരീഡ് സമയത്തുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ലേഡീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്ററാണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. വെച്ചോ, രണ്ട് കൈ ലോക്ക് ചെയ്തോ. ഓക്കെ, അരി ആട്ടുന്നത് പോലെ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്ത് കാലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക, തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരുന്നേ.
ഓക്കെ ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ബട്ടർഫ്ലൈ പോസാണ്. എല്ലാവരും ഒന്ന് ബട്ടർഫ്ലൈയിലോട്ട് വന്നോ. കാലിൻ്റെ അടിയിലൂടെ കൈ കൊണ്ട് കോർത്ത് പിടിക്കുക. ഫ്ലൈ ചെയ്ത് കൊടുക്കും. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് ഔട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. സ്ലോ ചെയ്ത് 1 2 3. സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും തല മുകളിലേക്ക് ഉയർത്തി ശ്വാസം എടുത്ത്. ഓക്കെ. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലേക്ക് കൈ കൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്നേ. എവിടം വരെയാണോ പറ്റുന്നത് അവിടം വരെ പോയിട്ട് കുനിഞ്ഞിരിക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ഓക്കെ. സാവധാനം തിരിച്ചു വരാം. ഓക്കെ. ഒരിക്കലും ഫ്ലൈ ചെയ്തേ. നന്നായിട്ട് ഫ്ലൈ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് ഔട്ട് 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. സ്ലോ ചെയ്തേ. 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്തുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഓക്കെ. സാവധാനം മുന്നിലേക്ക് കൈ കൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്നേ. ഓക്കെ. മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരിക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് കാലിനെ ഫ്രണ്ടിലോട്ട് ഇറക്കി വെച്ച്. ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചോ. ഓക്കെ ഗുഡ്. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്തേ. ഓക്കെ വെച്ചോ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ബട്ടക്സ് ഒന്ന് മുകളിലോട്ട് ഉയർത്തി നോക്കിയേ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4. ഓക്കെ. സാവധാനം റിലീസ് ചെയ്യുക. ഇരുന്നോളൂ. ഓക്കെ. കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. ഓക്കെ. 2 കാലനക്കി കൊടുക്കുക. 1 2 3. ഓക്കെ ഗുഡ്. കാലിന് തുടഭാഗാനേക്ക് 1 2 3. ഓക്കെ ഗുഡ്. ഒരിക്കൽ കൂടെ ചെയ്യാം. 1 2 3. ഓക്കെ ഗുഡ്. കാലിന് തുടഭാഗാനേക്ക് 1 2 3. ഓക്കെ ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ജാനുശീർഷാസനമാണ് ചെയ്യുന്നത്. നമ്മുടെ കാലിന് നല്ല ബലം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, വെരിക്കോസ് വെയിൻ മാറാനും അതുപോലെ കാലിന് തുടയുടെ ഭാഗം ഒക്കെ ഉണ്ടാകുന്ന മസിൽ വെടുത്തം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട്, വാദത്തിൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഇല്ലാത്തവർക്ക് വരില്ല. ഓക്കെ. വലത് കാല് നീട്ടിയിടുക. ഇടത് കാല് മടക്കി വലത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വെച്ചോ. ഓക്കെ. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ബ്രീത്തിങ് ലോക്ക് ചെയ്തേ. ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് നമ്മൾ നീട്ടി വെച്ചിരിക്കുന്നില്ലേ കാല്, ആ കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ചിട്ട് കുനിഞ്ഞിരിക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ശ്വാസം എടുത്ത് വരാം. ഓക്കെ. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ ഗുഡ്. ഓപ്പോസിറ്റ് ചെയ്തേ. ഇടത് കാല് നീട്ടിയിടുക. വലത് കാല് മടക്കി ഇടത് കാലിന് തുടയിൽ ചവിട്ടി വെച്ച്. ഓക്കെ. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ലോക്ക് ചെയ്ത് ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ച് കുനിഞ്ഞിരുന്ന പറ്റുന്നത് പോലെ. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 7 8 9 10. ഓക്കെ. സാവധാനം ശ്വാസം എടുത്ത് വന്നേലേ. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ ഗുഡ്. ഒരിക്കലും ചെയ്യാം. ഓപ്പോസിറ്റ് കാല് ചെയ്തേ. വലത് കാല് നീട്ടിയിടാം. ഇടത് കാല് മടക്കി വലത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വയ്ക്കും. വെച്ചോ. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ലോക്ക് ചെയ്തേ. ബോഡി മുകളിലോട്ട് വലിച്ച് പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മൊത്തം ലൂസാക്കിയിട്ട് വേണം ഫ്രണ്ടിലോട്ട് വരണം. ഓക്കെ. നീട്ടി വെച്ചിരിക്കുന്ന കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തി എല്ലാവരും. ഓക്കെ. ശ്വാസം പുറത്തേക്ക് വിട്ട്
സാവധാനം കൈ റിലീസ് ചെയ്യാം. ഓക്കെ, ഓപ്പോസിറ്റ് ചെയ്ത് ഇടത് കാലം നീട്ടിയിടാം. ഓക്കെ, ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ബ്രീത്തിങ്. ബോഡി മുകളിലോട്ട് വലിച്ചു പിടിച്ച്. ഓക്കെ, ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ ശരീരം മൊത്തം ലൂസാക്കിയേ. ശരീരം ലൂസാക്കി ഇടത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ച് കുലിഞ്ഞിരുന്നേ. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ, സാവധാനം ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, ഇനി കാല് മടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റർ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കാം. രണ്ടിൻ്റെ ഗുണം ഒന്നാണ്. കാല് മടക്കാൻ പറ്റാത്തവർക്കുള്ള വേറൊരു ഐഡിയയാണ്. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തി ലോക്ക് ചെയ്ത് ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. പിടിച്ചോ നന്നായിട്ട്. ഓക്കെ, ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ച് കുനിഞ്ഞിരുന്നേ. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ, ശ്വാസം എടുത്ത് വരാം. ഒരിക്കൽ കൂടെ ലോക്ക് ചെയ്ത് ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ, ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലം എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ചേ. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നോളൂ. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിടുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്നേ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്നതിന് ശിഥില ദണ്ഡാസനം എന്നാണ് പറയുന്നത്. റെസ്റ്റിംഗ് പോസാണ്. നമ്മുടെ യോഗയിൽ ഇരുന്നിട്ടുള്ള റെസ്റ്റിംഗ് പോസാണ്. ഈ ഒരു പോസ്റ്ററിലോട്ട് ഇരിക്കുക. കണ്ണടയ്ക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, ഗുഡ്. സാധാരണ തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന തൈറോയ്ഡ് വരാതിരിക്കേണ്ട എക്സസൈസാണ്. ഉള്ളവർക്കൊരു പരിധിവരെ മാറാനൊക്കെ സഹായിക്കും. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് കഴുത്ത് പുറകിലോട്ടാക്കുക. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ഓക്കെ, ഇനി ആപ്പ് എന്ന് പറയുമ്പോൾ മാക്സിമം പുറകിലോട്ട് വെച്ച് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കഴുത്ത്. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ഡൗൺ. താഴെ നെഞ്ചിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സെൻറ്റർ. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് സൈഡ് ലുക്ക്. പല സൈഡിലോട്ട് നോക്കാം. 1 center 2 center 1 center 2 center 1 center 2 center. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് സൈഡിലോട്ട് നോക്കുക. ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സെൻറ്റർ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇരുന്ന്. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സെൻറ്റർ. ഓക്കെ, ഗുഡ്. സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കഴുത്തൊന്ന് ചരിച്ച് വയ്ക്കുക. പല സൈഡിലോട്ട് കഴുത്ത് ചരിച്ച് വെച്ചേ. വലത് കൈ കൊണ്ട് പിടിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2. ഓപ്പോസിറ്റ് കൈ 1 2 3 4 5 6. ഓക്കെ, ഗുഡ്. സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, ഇടത് സൈഡിലോട്ട് കഴുത്ത് ചരിച്ച് ഇനി ഇടത് കൈ കൊണ്ട് പിടിച്ച് ഇടത് കൈ കൊണ്ട് സന്ധ്യ ചെയ്ത് ശരിയാണ്. ഓക്കെ, ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ, ഗുഡ്. സാവധാനം ശ്വാസം എടുത്ത് വരാം. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. ഓക്കെ, ഗുഡ്. സാവധാനം കണ്ണുറക്കുക.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റിൽ ക്യാൻസർ ഒന്നും വരാതിരിക്കാനുള്ള എക്സസൈസാണ്. രണ്ട് കൈ ഇങ്ങനെ വെച്ച് 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടി ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഷോൾഡർ പെയിൻ ഒന്നും വരാതിരിക്കേണ്ട എക്സസൈസാണ്. രണ്ട് കൈ ഇങ്ങനെ വെച്ച് രണ്ട് മുട്ട് തമ്മിൽ ടച്ച് ചെയ്ത് നന്നായിട്ട് പുറകിലോട്ട് നിളങ്ങി നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. ഇനി ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓക്കെ ഗുഡ്. സാധാരണ റിലീസ് ചെയ്യാം. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് രണ്ട് കൈ മുന്നോട്ട് നീട്ടാം. 1 2 3 4 5 6. ഓക്കെ ഗുഡ്. കൈ തിരിച്ചു പിടിച്ചേ. കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ കൈ ചുരുട്ടി പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. ഓക്കെ വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ രണ്ട് കൈ കാൽമുട്ടിലോട് പിടിക്കുക. ഓക്കെ റൊട്ടേറ്റ് ചെയ്ത് 1 പറ്റുന്ന പോലെ 2 3 4. ഓക്കെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4. ഓക്കെ ഗുഡ്. റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് കാലൊക്കെ അനക്കി കൊടുക്കുക. 1 2 3. കാലിൻ്റെ തുടഭാഗം അനക്കിയ 1 2 3. ഒരിക്കലും ചെയ്യുക. 1 2 3. ഓക്കെ ഗുഡ്. ഒരിക്കലും ചെയ്യുക. 1 2 3. ഓക്കെ ഗുഡ്. വലത് കാലം മടക്കി കുത്തിവെച്ച് വലത് കാലം മടക്കി കുത്തിവെച്ച് വലത് കാലിനെ തുടയുടെ അടിഭാഗത്തൂടെ കൈകൊണ്ട് ലോക്കിയ അടിയിലൂടെ അകത്തൂടെ തുടയുടെ അടിയിലൂടെ ലോക്കിയ കാല ഉയർത്തി പിടിച്ച്. ഓക്കെ ഗുഡ്. സ്റ്റേ. മുട്ട് മടങ്ങരുത്. സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് സാധാരണ കാല് താഴെ വയ്ക്കുക. ഓക്കെ ഗുഡ്. ഓപ്പോസിറ്റ് കാലം മടക്കിയേ. കാലിന് തുടയുടെ അടിയിലൂടെ ലോക്ക് ചെയ്യുക. ഓക്കെ കാല് മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്ത് മുട്ട് മടങ്ങരുത്. സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഓക്കെ ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ സാധാരണ കാല് താഴെ വയ്ക്കുക. ഓക്കെ റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് പുതിയ ആൾക്കാർ നോക്കി നോക്ക് പറ്റുമെന്ന്. പഴയ ആൾക്കാർ ചെയ്തോളൂ. രണ്ട് കാലം മടക്കി കുത്തി വയ്ക്കുക. രണ്ട് കാലിനെ തുടരെ അടിയിലൂടെ ലോക്ക് ചെയ്തോ. ലോക്ക് ചെയ്തോ. ഓക്കെ ഒന്ന് പുറകിലോട്ട് ചാരി ഇരുന്നോ. ഓക്കെ ഈ ശ്വാസം എടുത്തോടെ രണ്ട് കാലം മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്ത്. ഓക്കെ സ്റ്റേ. 1 2 3 4. സാവധാനം കാല് താഴെ വയ്ക്കുക. ഓക്കെ ഒരിക്കലും ലോക്ക് ചെയ്തോ. ഓക്കെ പുറകിലോട്ടൊന്ന് ചാരി ഇരുന്നേ. നടുവൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ബ്രീത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. രണ്ട് കാലം മുകളിലേക്ക് ഉയർത്തി സ്ട്രൈറ്റ് ആക്കി കൊടുത്തേ. ഓക്കെ ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ ഗുഡ്. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് കാല് താഴെ വയ്ക്കുക. ഓക്കെ റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ കാലൊക്കെ ഒന്ന് നീട്ടി വെച്ച് കാല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയാലും വീണ്ടും വീണ്ടും എടുത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ചെയ്ത് വരുമ്പോൾ ബ്രീത്ത് കൺട്രോൾ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൺട്രോളാണ്. ബ്രീത്തും കൺട്രോളായി വരുമ്പോൾ നിങ്ങൾക്ക് താനെ നിൽക്കാനായിട്ട് പറ്റും.
ഓക്കെ. ഓക്കെ, എല്ലാവരും സാവധാനം കിടന്നോളൂ. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടക്കുക. കിടന്നിട്ട് എക്സസൈസ് കുറച്ച് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് യോഗ ചെയ്യാം. ഓക്കെ, കിടന്നോളൂ. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്നേ. നന്നായിട്ട് ശ്വാസം എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, breathing, breathe out. ഓക്കെ, ഗുഡ്. എല്ലാവരും രണ്ട് കാലം മടക്കി കുത്തി വെച്ച് മാറ്റിന് രണ്ട് സൈഡിലോട്ട് വയ്ക്കുക. വലത്തോട്ടും ഇടത്തോട്ട് കാല് ചരിച്ചു കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10. ഒരിക്കൽ കൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ട് കാല് നീട്ടിയിടാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ട് കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സിൻ്റെ ഇടയിലോട്ട് കൈ കയറ്റി വെച്ച് അരക്കെട്ടൊന്ന് ഉയർത്തുക. ബട്ടക്സിൻ്റെ ഇടയിലോട്ട് കൈ കയറ്റി വയ്ക്കുക. രണ്ട് കാലം സ്ട്രൈറ്റ് ആക്കി ഇട്ടോ. ഓക്കെ, വലത് കാലം ഉയർത്തി പിടിച്ച് വലത് കാലം മുട്ടമടങ്ങാൻ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. സാവധാനം താഴെ വയ്ക്കുക. ഇടത് കാലം മുകളിലേക്ക് ഉയർത്താം. സാവധാനം താഴെ വയ്ക്കുക. വലത് കാലം മുകളിലേക്ക് ഉയർത്താം. 1 2. ഇടത് കാലം മുകളിലേക്ക് ഉയർത്താം. 1 2. എല്ലാവരും ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ട് കിടക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കാലം രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ട് കിടന്ന എല്ലാവരും. ഓക്കെ, കൂടി സാധാരണ തിരിച്ചു വരാം. രണ്ട് കാലം മടക്കി കുത്തി വെച്ച് ബട്ടക്സിൻ്റെ ഇടയിലോട്ട് കൈ കയറ്റി വയ്ക്കാം. രണ്ട് കാലം മുകളിലേക്ക് വെറുതെ സൈക്ലിംഗ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സ്പീഡ് ഔട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. തിരിച്ച് ചവിട്ടിയ എല്ലാവരും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സ്പീഡ് ഔട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ആയിട്ട് കിടക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കാലം രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്ന് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ട് കിടക്കുക.
ഓക്കെ കുട്ടി സാവധാനം തിരിച്ചു വരാം. രണ്ട് കാൽ മടക്കി കുത്തി വെച്ചേ. അരക്കെട്ട് ഉയർത്താം. ബട്ടക്സിൻ്റെ അടിയിലോട്ട് കൈ കെട്ടി വെച്ച് രണ്ട് കാലം മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്തേ. മുട്ട് മടങ്ങാതെ സ്ട്രൈറ്റ് ആക്കി വയ്ക്കാം. ഓക്കെ ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. രണ്ട് കാല് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഓപ്പൺ ചെയ്ത് വെച്ചേ. വച്ചോ? ഓക്കെ. ക്രോസ് ചെയ്ത് കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടാക്കാം. 1 2 3 4 5 6 7 8 9 10. പറ്റുന്നുള്ളവർക്ക് ഇവിടെ ചെയ്ത 1 2 3 4 5 6 7 8 9 10. ഓക്കെ. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ. റിലാക്സ് ആയിട്ട് കിടക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് മാത്രം ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ട് കിടന്നേ. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാധാരണ പുറത്തേക്ക് വിടാം. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. റിലാക്സ് ആയിട്ട് കിടക്കുക. ഓക്കെ. സാവധാനം രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വെച്ച് രണ്ട് കൈ തലയുടെ മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്യുക. ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. കാല് താഴോട്ട് പോയിന്റ് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യുക. എല്ലാവരും വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്ന് എല്ലാവരും വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. ഓക്കെ. ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് എഴുന്നേറ്റിരിക്കുക. ഓക്കെ. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് എഴുന്നേറ്റിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫേസ് യോഗയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എല്ലാവരും ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ ഗുഡ്. സാവധാനം കണ്ണുറക്കുക. ഓക്കെ. ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണിൻ്റെ എക്സസൈസാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനുള്ള എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആദ്യം നമ്മൾ കണ്ണ് നന്നായിട്ട് തുറന്നു വയ്ക്കുക. ഓക്കെ. അതിനുശേഷം കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രം വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കുക. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. വെള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമേ. ഓക്കെ ഗുഡ്. രണ്ട് കൈ കപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഓക്കെ. ഒരിക്കലും ചെയ്യാം. ഓക്കെ. രണ്ട് കൈ കപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഓക്കെ. ഒരിക്കലും ചെയ്യാം. ഓക്കെ. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കാം. ഓക്കെ ഗുഡ്. പുതിയതായിട്ട് വന്നവർക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറകിലോട്ട് നീങ്ങിയിരുന്നോളൂ. പുറകിലോട്ട് നീങ്ങി ചുമരിൽ എവിടെയെങ്കിലും ചാരിയോ കാല് നീട്ടിയോ ഇരുന്നോളൂ. ഒരു 10-15 മിനിറ്റ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും കാല് മടക്കി. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം ഇരിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. പുറകിലോട്ട് നീങ്ങി നിങ്ങളുടെ പുറകിൽ എന്താണോ കാണുന്നത് അതിൽ ചാരിയോ കാല് നീട്ടിയോ ഇരിക്കുക. മാക്സിമം നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കാനും ഷോൾഡറൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പുതിയതായിട്ട് വന്നവർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കണ്ണ് നന്നായിട്ട് തുറന്ന് വയ്ക്കുക. മുകളിലേക്ക് താഴേക്ക് നോക്കുക. നമ്മുടെ തല ഇങ്ങനെ അനക്കരുത്. ഓക്കെ. കണ്ണ് മാത്രമേ അനങ്ങുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഓക്കെ. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമുക. ഓക്കെ. രണ്ട് കൈ കപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക.
ഓക്കെ ആയിരിക്കും ഇവിടെ ചെയ്യാം. ഓക്കെ ആയിരിക്കും ഇവിടെ ചെയ്യാം. ഓക്കെ ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണ് അടയ്ക്കുക തുറക്കുക, അടയ്ക്കുക തുറക്കുക. ഓക്കെ, കണ്ണ് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് അടയ്ക്കുക തുറക്കുക, അടയ്ക്കുക തുറക്കുക. ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമേ. ഉള്ളം കൈ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. 2 കൈ കപ്പ് ചെയ്യുക, കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഓക്കെ ഒരിക്കൽ കൂടെ ചെയ്യാം. ഓക്കെ കൂടെ 2 കൈ കപ്പ് ചെയ്യുക, കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഓക്കെ ഒരിക്കൽ കൂടെ ചെയ്യാം. ഓക്കെ സാവധാനം മുഖമൊക്കെ തടവിയെടുക്കാം. ഓക്കെ കൂടെ റിലാക്സ് ആയിട്ട് ഇരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ഫേസ് ഇപ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കുവാണ്. ഒന്ന് വേണമെങ്കിൽ ടച്ച് ചെയ്ത് നോക്കിക്കോ. ഫേസൊക്കെ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, സോഫ്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ എക്സസൈസ് ചെയ്യുവാണ്. ഫേസ് യോഗ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്. യോഗ ചെയ്യുന്നതിലൂടെ മെൻ്റലി ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. നമ്മൾ ചെയ്യുന്നതിനുള്ള ഫലം കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഓക്കെ ഗുഡ്. സാവധാനം കണ്ണു തുറക്കുക. ഓക്കെ ഗുഡ്. എല്ലാവർക്കും സന്തൂർ മമ്മി ആവണ്ടേ? സന്തൂർ മമ്മി ആവണം എന്നുള്ളൊരു ചിരിച്ചിട്ട് കൈ ഉയർത്തിയേ. ആവണ്ട? ആവണം. ഉഷാറായിട്ട്. ഓക്കെ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫേസൊക്കെ നല്ല തൊടുമ്പോൾ അറിയാം, നല്ല മരം പോലെ ഇരിക്കുവാണ്. പക്ഷെ നമ്മൾ ഫേസ് യോഗ ചെയ്തിട്ട് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ചേഞ്ചും അടുത്ത ചേഞ്ചും നിങ്ങളെ തന്നെ തിരിച്ചറിയും. ഓക്കെ, എന്നാലേ നമ്മൾ ചെയ്യുന്നത് കൊണ്ടൊരു അർത്ഥം ഉണ്ടാകും. നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്ന ടൈമാണ്. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എൻ്റെ സൗണ്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ സൗണ്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ ഫുൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളും മാത്രം, അതായത് നിങ്ങളും നിങ്ങളുടെ ശ്വാസവും മാത്രം. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ട്, അത് മാത്രമാണ് ഞാനായിട്ട് നിങ്ങൾ എപ്പോഴും കാണും. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഈ ഊ. ഓക്കെ, ആ നന്നായിട്ട് വാ തുറന്ന് ഇവിടെ ഇത്രയും നല്ല സ്ട്രെച്ച് ആവട്ടെ. ആ ഈ ഊ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആ ഈ ഊ. ഓക്കെ ഗുഡ്. 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 സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ചിരിക്കുക. അതായത് പല്ല് കാണിക്കാതെ ചിരിക്കുക. 2 കവിളിങ്ങനെ ഉയർന്നു വേണം. ഓക്കെ ചെയ്തേ. 1 2 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇരിക്കുക. ഓക്കെ, വീണ്ടും 1 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ 1 2 1 2 1 2. ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പല്ല് കാണിച്ചിരിച്ച് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യുക.
ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാവുണ്ടല്ലോ, നാവ് നമ്മുടെ ഫുൾ റൊട്ടേറ്റ് ചെയ്യണം. കവളിലൂടെ ഇങ്ങനെ നമ്മുടെ വായുടെ അകത്തൂടെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കിയേ. ഓക്കെ, ചെയ്തോളൂ. 1 2 3 4 5 6 ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വായിൽ വെള്ളം നിറയ്ക്കുന്നില്ലേ, അതുപോലെ മൊത്തത്തിൽ നിറച്ചിട്ട് ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 1 2 ഓക്കെ ഗുഡ്. സാധാരണ പ്ലേസ് ചെയ്യുക. ഓക്കെ ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചൂണ്ട് വിരൽ കൊണ്ട് കരി വരയ്ക്കുന്ന പോലെ പുരികം പതിയൊന്ന് അമർത്തി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ പകുതിയിൽ കരി ഇങ്ങനെ പകുതി വരെ വരച്ചിട്ട് ഈ പുരുക്കത്തിന് ഇങ്ങനെ ഉയർത്തി പിടിച്ചേ, പോലെ ഉയർത്തി പിടിച്ചോ. ഈ ഹോൾഡ് ചെയ്തേ. ഓക്കെ ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6 ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ആക്കി കൊടുത്തേ. 1 2 ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പുരുക ഇങ്ങനെ ഉയർത്തി കൊടുക്കുക, ഇവിടുത്തെ സ്കിൻ അനങ്ങാൻ വേണ്ടി. 1 2 3 4 5 6 7 8 9 10 ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചൂണ്ട് വിരലും നടുവിരലും എടുക്കുക. നമ്മുടെ ഈ 2 കണ്ണിന് കണ്ടോ, 2 കണ്ണും ഇവിടെ കൊണ്ട് കണ്ടോ, കണ്ണിനെ അങ്ങനെ തുറന്ന് വയ്ക്കും. ഇങ്ങനെ വെച്ചോ. ഇനി നമ്മുടെ കണ്ണ് നന്നായിട്ട് തുറന്ന് വെച്ചോ. ഓക്കെ, നമ്മുടെ കണ്ണ് മുകളിലോട്ടൊന്ന് ആക്കി കൊടുത്തേ. മുകളിലോട്ട് നോക്കിയ കൃഷ്ണമണി മുകളിലോട്ട് വരുന്ന രീതിയിലാക്കി കൊടുക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 ഓക്കെ. സാവധാനം കൈ റിലീസ് ചെയ്യുക. ഓക്കെ, ഒന്ന് കണ്ണടച്ച്. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കവള് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. കവള് വേണമെന്നുള്ളവർ വേണ്ട എന്നുള്ളവർ ചെയ്യേണ്ട. കവള് വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് കവള് വയ്ക്കാനും കവളൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്സസൈസാണ്. ഓക്കെ, അത് കവളിങ്ങനെ നന്നായിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ ബലൂണ് പെരുക്കുന്നില്ലേ, അതുപോലെ ബലൂണ് പെരുക്കുന്ന പോലെ എടുക്കുക. ചൂണ്ട് വിരലും നടുവിരലും എടുത്തിട്ട് ചുണ്ടിൻ്റെ പുറത്ത് വയ്ക്കുക. ചുണ്ടിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ബലൂണ് ഊതി വീർപ്പിക്കുന്നില്ല, അതുപോലെ ചുണ്ടിൻ്റെ പുറത്ത് വെച്ചേ. നമ്മളെ ചൂണ്ട് വിരലും നടുവിരലും വെച്ചേ. പിന്നെ നന്നായിട്ട് ഊതിയ ഒന്ന് ഹോൾഡ് ചെയ്യുക, വീണ്ടും റിലീസ് ചെയ്യുക. വീണ്ടും എടുത്തേ. ഓക്കെ, റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുക. ഓക്കെ, റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കവള്. ഇത് അടുത്ത് പറയുന്നതും കവള് വയ്ക്കാനുള്ള എക്സസൈസാണ് കേട്ടോ. കവളില്ലാത്തവർക്ക് കവള് വയ്ക്കാനായിട്ട് സഹായിക്കും. നന്നായിട്ട് കവളിങ്ങനെ വീർപ്പിച്ച് വയ്ക്കുക. ഈ കവള് ഇങ്ങനെ താഴ്ന്നു പോകല്ല, അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ 2 വിരലിലെയും ചൂണ്ട് വിരലും നടുവിരലും എടുക്കുക, ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക കവളിൽ മാത്രം. ഓക്കെ ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്ത് കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത്. കാലൊക്കെ വേദനിക്കുന്നവർക്ക് പുതിയതായിട്ട് കുറച്ച് പേരുള്ളതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടാവും. ഓക്കെ, കാലൊക്കെ ഒന്ന് നീട്ടി 1 2 3. കാലിൽ തുടങ്ങാനൊക്കെ 1 2 3. അരിയോട് ചെയ്യുക 1 2 3. കാല് ഒരുപാട് സമയം നീട്ടി മടക്കിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കാല് നീട്ടി പുറകിലോട്ട് ചാരി ഇരുന്നുള്ളൂ. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വെച്ചിരുന്നാൽ മതി. ഡെയിലി നമ്മൾ ഇങ്ങനെ ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് ഇരുന്നിരുന്ന് വരുമ്പോൾ നിങ്ങൾക്ക് താനെ ഇരിക്കാൻ പറ്റും. ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഇരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വീണ്ടും തിരിച്ചു വരാൻ ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് വന്നോളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഫ്ലാപ്പ് ചെയ്യാൻ പോകും. അതേ ചെവി ഒന്ന് മുകളിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, താഴോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഫ്ലാപ്പ് ചെയ്യുക. അവിടെ ചൂണ്ട് വിരലും നടുവിരലും എടുക്കാം. കണ്ണിൻ്റെ പുറത്ത് പതിയെ തട്ടാവും. ഓക്കെ, പതിയെ ഒന്ന് ടച്ച് ചെയ്യാവും. ബാക്കി ഫേസ് മൊത്തത്തിൽ ഫ്ലാപ്പ് ചെയ്യുക. ആദ്യം നെറ്റി ഫ്ലാപ്പ് ചെയ്യുക, ഒന്ന് തട്ടി കൊടുത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണടച്ച് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. കവളൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് നന്നായിട്ട് കവള് താടി ചുണ്ടിൻ്റെ പുറത്ത് ഫ്ലാപ്പ് ചെയ്യുക, ചുണ്ടിൻ്റെ മുകളിലും താഴെ ഫ്ലാപ്പ് ചെയ്യുക. കവളിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ, നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിൽ ഫ്ലാപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്ത് പതിയെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, മൂക്കിൻ്റെ പുറത്തൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ, നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ഓക്കെ, കഴുത്തിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ പുറകിൽ ഫ്ലാപ്പ് ചെയ്യുക. ഫ്രണ്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗുഡ്. ഓക്കെ, സാവധാനം കണ്ണ് തുറക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫുൾ വിരളം കൊണ്ട് ഒരുപാട് അടിക്കരുത്, പതിയെ ഒന്ന് തട്ടി കൊടുക്കുവാണ്, ഫ്ലാപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഫുൾ കൈ എടുക്കുക. കവള് വേണമെങ്കിൽ പതിയെ ഒന്ന് ഉയർത്തി വയ്ക്കുക, കണ്ണടയ്ക്കുക. ഓക്കെ, ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നല്ല സോഫ്റ്റായിട്ട് ഫ്ലാപ്പ് ചെയ്യുക, നന്നായിട്ട് തട്ടി കൊടുക്കുക. ഫ്ലാപ്പ് ചെയ്തേ നെറ്റിയൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്യുക. ഓക്കെ ഗുഡ്. കവളൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്തേല്ലേ. ഓക്കെ ഗുഡ്. താടിയൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. ചുണ്ടിൻ്റെ മുകളിൽ താഴെ ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗുഡ്. മൂക്കിൻ്റെ പുറത്ത് ഫ്ലാപ്പ് ചെയ്ത്. ഓക്കെ ഗുഡ്. കണ്ണിൻ്റെ പുറത്ത് പതിയെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ചുണ്ടിൻ്റെ മുകളിലും താഴെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗുഡ്. കഴുത്തിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ, നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. പുറകിലത്തെ കഴുത്തിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരിക്കൽ കൂടെ ഫേസിലൊക്കെ നെറ്റിയിൽ ഫ്ലാപ്പ് ചെയ്ത് സോഫ്റ്റായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ഓക്കെ, കവളിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ പുറത്ത് ഫ്ലാപ്പ് ചെയ്യുക. ചുണ്ടിൻ്റെ മുകളിലും താഴെ ഫ്ലാപ്പ് ചെയ്യുക. മൂക്കിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. ഓക്കെ ഗുഡ്. സാവധാനം കണ്ണു തുറക്കുക. സാവധാനം ഒന്ന് കണ്ണു തുറന്നേ. കണ്ണു തുറന്നോ? ഇനി കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഫേസ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, നിങ്ങളുടെ ഫേസിലോട്ടൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഫേസൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. തൊട്ട് നോക്കിയേ, ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ടാവും. ഫേസൊക്കെ ഒന്ന് തടവി നോക്കിയേ. ഫേസൊക്കെ മൊത്തത്തിൽ ആദ്യം നമ്മൾ കണ്ണടച്ചപ്പോൾ എങ്ങനെയാണെന്ന് ഫീൽ, ഇപ്പോൾ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞേ.
നല്ലൊരു സോഫ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഫീലിംഗ് തിരിച്ചറിഞ്ഞ് ഓക്കെ, സാവധാനം കണ്ണു തുറക്കുക. ആർക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്? നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസിൽ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതാണ്. ഓക്കെ, ആദ്യം നമ്മൾ കണ്ണടച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ? ഒരു തണുത്ത് മരവിച്ചല്ലേ ഇരുന്നത്. അതായത് ഒരു ഫീലിങ്സും ഇല്ല, നമ്മുടെ ഫേസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ എന്തോ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ, ഫീൽ ചെയ്യുന്നുണ്ട്. ഹാപ്പി ആയല്ലോ അല്ലേ? എല്ലാവരും സന്തൂർ മമ്മി ആവട്ടെ. നിങ്ങളെ കണ്ടിട്ട് വേണം 10 പേര് വരാം നമ്മളെ ക്ലാസ്സിൽ. നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമോ? നിങ്ങൾ സന്തൂർ മമ്മി ആകുമ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ അടുത്ത് അസൂയ തോന്നട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഓക്കെ ഓക്കെ, എന്തായാലും നല്ല മാറ്റം ഉണ്ടാകും. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിൽ 2 ദിവസം ആക്കിയതുകൊണ്ട് എന്തായാലും യോഗ ഇതും കൂടെ ആകുമ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും വരണം കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു ഫേസ് യോഗ ഭയങ്കര എഫക്റ്റാണ്, 1 ദിവസം 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്നാണ് ഫേസിന് നല്ല ഗ്ലോ ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഈ ഫേസ് യോഗ ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മൾ സൗന്ദര്യം വർദ്ധിക്കുന്നു എന്നതിനർത്ഥം. ഓക്കെ, ഫേസ് യോഗ മാത്രമല്ല, നമ്മൾ യോഗയും കൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് എല്ലാ ദിവസവും യോഗയും ചെയ്ത് ആഴ്ചയിൽ 2 ദിവസം ഫേസ് യോഗയും കൂടെ ആകുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ആ ഒരു മാറ്റമാണ് പ്രത്യേകം. മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് വൈബ് തോന്നും അവർക്ക് നമ്മളെ കാണുമ്പോൾ. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഉന്മേഷം, ഊർജ്ജം, ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒക്കെ നമ്മുടെ ഫേസിൽ കാണുന്നതാണ് നമ്മുടെ സൗന്ദര്യം അല്ലേ? നമ്മൾ ഫേസ് യോഗ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഐശ്വര്യറായി ആവുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഐശ്വര്യറായി ആവുമോ ആരെങ്കിലും ഫേസ് യോഗ ചെയ്ത്? ഇല്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ ഫേസ് യോഗ എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്താണ്, നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളെ കണ്ണാടിയിൽ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ഇല്ലേ? നമ്മുടെ ശരീരമൊക്കെ ഒതുങ്ങി നല്ല ഷേപ്പായി നമ്മൾ നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആ കൊള്ളാം എന്ന്. ആ ഒരു കോൺഫിഡൻ്റാണ് നമുക്കുള്ള മുന്നോട്ടുള്ള ആ ഒരു സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യോഗ ചെയ്യുന്നത്. അത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഇല്ല. പിന്നെ ഇപ്പോൾ നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ? ആര് കാണാൻ ഇല്ലേ? ആര് കാണാൻ, ഇതിട്ടിട്ട് ഇനി എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു മനസ്സാണ് നമുക്ക്. കാരണം നമുക്ക് തന്നെ അറിയാം ഇത് ചേരൂല എന്നല്ലേ, ഒരു കോൺഫിഡൻ്റ് ഇല്ല നമുക്ക്. ഇതിട്ടിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കണ്ണാടി നോക്കിയിട്ട് എങ്ങനെ ഇരുന്നത് പണ്ട് എന്നൊക്കെ ഉള്ള മനസ്സിലൊരു ചിന്താഗതിയും ഇതിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ യോഗ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് വയറും വണ്ണം ഉണ്ടായിരുന്നാൽ പോലും നമ്മളെ സ്നേഹിച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് തന്നെ തോന്നും നമ്മൾ സുന്ദരിയാണെന്ന്. പിന്നെ യോഗ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ സുന്ദരിയായിട്ട് മാറും, അത് വേറൊരു കാര്യം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ തോന്നും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്ത് ഒരു സെൽഫി എടുക്കുമ്പോൾ നമ്മളെന്താണ് അത്ര നമുക്ക് തന്നെ തോന്നും കൊള്ളൂല, അത്ര ഒരു ഇതില്ല എന്ന് തോന്നും. പക്ഷേ പിന്നീട് നമ്മൾ യോഗയൊക്കെ ചെയ്ത് ഒരു ഹാപ്പിനെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നന്നായിട്ട് ഒരുങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം നോക്കും ഇത് ഞാനാണോ. ആ ഒരു രീതിയിലോട്ട് എന്താവും, നല്ല രീതിയിൽ നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ആവും. ഓക്കെ, അത് നമ്മുടെ യോഗയുടെ ഒരു പവറാണ്. നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒരു കോൺഫിഡൻ്റ് ഒക്കെ നമ്മളിൽ ഉണ്ടായി വരും. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അറിയാമല്ലോ, ചെറിയ കുട്ടികളൊക്കെ ഉള്ളൊരവസ്ഥ, നമ്മൾ 10 ദിവസം അടിപൊളിയായിട്ട് ക്ലാസ്സിനൊക്കെ വന്ന് ത്രില്ലായിട്ട് നിൽക്കുമ്പോഴേക്കും അവർക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ബ്രേക്കാവും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ദിവസം കൂടെ കുട്ടിയൊക്കെ വേണ്ടി ജീവിക്കാം, യോഗയും വേണം കുട്ടിയും വേണം എന്ന് വിചാരിക്കണം. നമ്മളാദ്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണം. മടി പിടിച്ച് പുറകിലോട്ട് പോകരുത്. എന്ത് ചെയ്യുക, ഓക്കെ കുട്ടികൾക്ക് സുഖമായിട്ട് വീണ്ടും തിരിച്ചു വരണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ യോഗയുടെ ഒരു കാര്യങ്ങൾ കുറച്ച് ഒരു ഐഡിയ നമുക്ക് പിടികിട്ടിയതിന് ശേഷം പിന്നീട് എന്താകുമ്പോൾ കുട്ടികൾ വലുതാകും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ക്ലാസ് പോരാ, നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉള്ള വേറെ യോഗ ക്ലാസ്സിൽ പോകണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ പോയി ജോയിൻ ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലോട്ട് നമ്മൾ വരും. അല്ല നമുക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ തടസ്സങ്ങളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം എല്ലാവരും ക്ലാസ്സിന് നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ വരണം. ഓക്കെ, 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യാൻ കാലൊക്കെ ഒന്ന് അനക്കി കൊടുത്തേ. 1 2 3 4. ഓക്കെ, കാലിൻ്റെ തുടക്കം അനക്കി. 1 2 3. ഓക്കെ, ഗുഡ്. 1 2 3. ഓക്കെ, എല്ലാവരും 2 കാലം മടക്കി കുത്തി വെച്ചേ. ഇപ്പം നമ്മുടെ ബട്ടക്സ് ഒക്കെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ സമയം ഇരുന്നോണ്ട് ഒരു പെയിൻ ഉണ്ടാവുമല്ലോ. 2 കാല് താഴെ വരട്ടെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സാധാരണ കാലൊക്കെ ഒന്ന് നീട്ടിയിടാം.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാലിൻ്റെ ഉപ്പൂറ്റി വേദന മാറേണ്ട എക്സസൈസാണ് ചെയ്യുന്നത്. എക്സസൈസ് അല്ല, യോഗയിലെ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഇടത് കാലിൻ്റെ തള്ളവിരലിൻ്റെ പുറത്ത് വലത് കാലെടുത്ത് വയ്ക്കുക, വലത് കാലിൻ്റെ ഉപ്പൂറ്റി എടുത്ത് വയ്ക്കുക. വെച്ചോ, വലത്തോട്ട് അടുത്തോട്ട് ചരിച്ചു കൊടുത്തേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, സാധാരണ തിരിച്ചു വരാം. ഓക്കെ, വലത് കാലിൻ്റെ തള്ളവിരലിൻ്റെ പുറത്ത് ഇടത് കാലിൻ്റെ ഉപ്പൂറ്റി എടുത്ത് വെച്ചോ, വലത്തോട്ട് അടുത്തോട്ട് ചരിച്ചു കൊടുക്കാം. 1 2 1 2 1 2 1 2. ഓക്കെ, സാധാരണ തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു പ്രാണായാമം കൂടെ ചെയ്തിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരും മാക്സിമം ക്ലാസ്സിന് വരാൻ വേണ്ടി ശ്രമിക്കുക. അറിയാമല്ലോ, ഇനി അങ്ങോട്ട് വെക്കേഷനൊക്കെയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് 11 മണി സമയത്ത് നിങ്ങളെ യോഗയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ 6 മണിക്കെങ്കിലും 5 മണിക്ക് എണീക്കാൻ വയ്യ, അവധിയല്ലേ, ഉറങ്ങാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ എന്ത് ചെയ്യുക, 6 മണിക്കെങ്കിലും രാവിലെ എണീച്ച്, അല്ലെങ്കിൽ 8 മണിക്കെങ്കിലും, കുട്ടികൾ ഉണരാണെങ്കിൽ മുമ്പെങ്കിലും 6 മണിക്കോ 8 മണിക്കോ എണീച്ച് റെക്കോർഡ് ക്ലാസ് എങ്കിലും ചെയ്യണം. ഓക്കെ, മടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എനർജി എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും ഒന്നേന്ന് ചെയ്യുമ്പോൾ ഒന്നേന്ന് പെയിൻ തുടങ്ങും ബോഡിയിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ ബോഡി ഒരു ഇതാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകും. വീണ്ടും ഒന്നേന്ന് തുടങ്ങുമ്പോൾ ഒന്നേന്ന് പെയിൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ്സിന് വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സമയമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ യൂട്യൂബിനകത്ത് റെക്കോർഡ് ക്ലാസ് അത്യാവശ്യം 1-2 ഞാൻ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും എടുത്തിട്ട് ചെയ്യണം. ഓക്കെ, പറ്റുന്ന അരമണിക്കൂറെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ പ്രാണായാമം ചെയ്യാൻ പോവുകയാണ്. ക്രോസ് ലെഗ് പൊസിഷനിൽ വയ്ക്കുക, 2 കൈ ചിന്മുദ്ര വെച്ച് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഗുഡ്. ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ നാസിക മുദ്ര അഥവാ വിഷ്ണുമുദ്ര എന്നാണ് പറയുന്നത്. നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മടക്കുക. ചൂണ്ടുവിരലും നടുവിരലും മടക്കിയോ. 2 മൂക്കടച്ച് പിടിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമയുടെ പേര് നാഡീശുദ്ധി പ്രാണായാമയാണ് ചെയ്യാൻ പോകുന്നത്. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക, ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്യുക, 2 മൂക്കടച്ച് പിടിക്കുക. പിടിച്ചോ. ഇനി ഇടത് മൂക്ക് തുറന്നേ. ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്തേ. 1 2 3 4. ഇടത് മൂക്ക് അടയ്ക്കുക, 2 മൂക്ക് അടച്ചു പിടിച്ചേ. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഗുഡ്. വലത് മൂക്ക് തുറക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4 5 6 7 8. ഓക്കെ, വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഹോൾഡ് ചെയ്തേ. ഓക്കെ, ഗുഡ്. ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4 5 6 7 8. ഓക്കെ, നന്നായിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇടത് മൂക്ക് തുറക്കുക. വലത് മൂക്ക് തുറക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6 7 8. ഓക്കെ, വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. പറ്റുന്ന അത്രയും ബ്രീത്ത് ഹോൾഡ് ചെയ്യുക, പറ്റാത്തൊരു വിട്ട് കളയാം. ഓക്കെ, ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക.
ഓക്കെ, വലത് മൂക്ക് തുറക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4. ഓക്കെ, വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 1 2 3 4 5 6 7. ഓക്കെ, സാവധാനം വലത് മൂക്ക് അടയ്ക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. 1 2 3 4 5 6 7 8. രണ്ട് കൈ ചിമ്മുദ്ര വയ്ക്കാം. റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ഓക്കെ, ക്ലാസ് ക്ലോസ് ചെയ്യുക. രണ്ട് കൈ നമസ്കാരം മുദ്രയിലോട്ട് വരാം. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് എല്ലാവരും പ്രാർത്ഥിച്ച് ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ പ്രാർത്ഥിക്കാം. ഓക്കെ, യോഗയുടെ ഒരു മന്ത്രം ചൊല്ലാം. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ചൈക്യേന യോബാകരോദം പ്രവരം മുലീന പതഞ്ജലി പ്രാഞ്ജലിദാന ദോസ്തിൻ. ഓം ശാന്തി ശാന്തി ശാന്തി. സിൻഡൗൺ. താടി താഴ്ത്തുക. താടി ഉയർത്തുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തരുമേ. ഓക്കെ, ഗുഡ്. രണ്ട് കൈ കപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഓക്കെ, മുഖമൊക്കെ സാവധാനം തടവിയെടുക്കാം. ഓക്കെ, ഗുഡ്. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണുറന്ന് നോക്കുക. ഓക്കെ, ഗുഡ്. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലോട്ട് വരാം. സാവധാനം തിരിച്ചു വരാം. ഓക്കെ, ഗുഡ്. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നാളെ കാണാം.